വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ശബ്ദം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ. ആമേൻ. അബ്രഹാമും ലോത്തുമായുള്ള യാത്ര. സത്യത്തിൽ ദൈവം തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നീ എല്ലാം വിടണം, ചാർച്ചക്കാരെ വിടണം, പിതൃഭവനത്തെ വിടണം. പക്ഷേ ഈ ലോത്തിനെ വിടാൻ കഴിയാതെ ഒരു സാഹചര്യം അബ്രഹാമിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. കാരണം അവന് പിതാവില്ല, അബ്രഹാമാണ് തന്നെ നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. ഉപേക്ഷിച്ചാൽ അതൊരു പ്രശ്നമാണ്. എന്നാൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ സ്വജനത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടണം. ഇങ്ങനത്തെ ഒരു ദൂത് കിടക്കുമ്പോൾ, ഇത് സാധ്യമാകാതിരിക്കുമ്പോൾ ദൈവം തന്നെ അതിനൊരു പരിഹാരം ഒരുക്കുകയാണ്. ലോത്തിൻ്റെ ഇടയന്മാരും അബ്രഹാമിൻ്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടാകുന്നു. പറയാണ്, ഇത് നാളുകളിൽ നമ്മളിലേക്ക് വരും, അതുകൊണ്ട് നമുക്കിപ്പോൾ പിരിയാം. എന്താണ് ദൈവം പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിക്കാനും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനും പ്രയാസമായിരിക്കും. എന്നാൽ ദൈവം തന്നെ അതിനെ നിവർത്തിക്കാൻ ചില സൊല്യൂഷൻ ഒരുക്കും. അബ്രഹാമിൽ നിന്ന് ലോത്ത് മാറുന്നത് വഴക്കുണ്ടായല്ല, മറിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ പിരിയുകയാണ്. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ നിന്ന് അകലേണ്ട ചിലരെ പ്രശ്നമുണ്ടാക്കിയല്ല, വഴക്കുണ്ടാക്കിയല്ല, സന്തോഷത്തോടെ അവരെ നിങ്ങളിൽ നിന്ന് മാറ്റി നിങ്ങളെ ദൈവം ചിലയിടത്ത് സുരക്ഷിതമാക്കാൻ പോവുകയാണ്. ഏതൊക്കെയോ ചില ബാധ്യതകൾ പോലെയുള്ള വിഷയങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. അവർ നിമിത്തം നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, എന്നാൽ അവരെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ചില വിഷയങ്ങളെ ദൈവം പരിഹരിക്കുമെന്ന് ഞാൻ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അബ്രഹാമിൻ്റെ അടുക്കൽ നിന്ന് ലോത്തിനെ മാറ്റിയതുപോലെ ചില ബന്ധങ്ങളെ ദൈവം സെറ്റിൽ ചെയ്യിക്കും. നിന്നെ ദൈവം ദർശനത്തിലേക്ക് മുൻപോട്ട് കൊണ്ടുപോകും. യെസ്, ഇന്നത്തെ ഒരു ശക്തമായ ദൈവശബ്ദം ഇതാണ്: പ്രശ്നങ്ങളെ പരിഹരിക്കും. ആർക്കും ഒരു പ്രോബ്ലം ഇല്ലാത്ത നിലയിൽ നിന്റെ ബന്ധങ്ങൾക്കോ നിന്റെ കുടുംബങ്ങൾക്കോ നിന്റെ പ്രിയപ്പെട്ടവർക്കോ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത നിലയിൽ വിഷയങ്ങളെ പരിഹരിക്കാൻ ദൈവം ശക്തനാണ്. വീടിനകത്തുണ്ടാകുന്ന ചില തർക്കങ്ങൾ, വീടിനകത്തുണ്ടാകുന്ന ചില ബാധ്യതകൾ, അതിനെയെല്ലാം ദൈവം പരിഹരിക്കും. നിന്റെ ദർശനത്തെ തടയുന്ന എല്ലാ വ്യക്തികളെയും നിന്നേക്കാൾ സുരക്ഷിതമാക്കി നിന്റെ ദർശനത്തിലേക്ക് ദൈവം നടത്തും. യാക്കോബിൻ്റെ ലൈഫിൽ യേശാവ് മാറുന്നത് വഴക്കുണ്ടായല്ല. ലാസ്റ്റ് ടൈമിൽ അവന് സമ്പത്തുകൾ വർദ്ധിച്ച ശേഷം അവൻ നിൽക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ കഴിയാതെ മാറുകയാണ്. അതെന്താണ്? സ്തോത്രം. ദൈവം നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുമ്പോൾ ആർക്കും
നീ ചതിച്ചു, വഞ്ചിച്ചു, കൂടെ നടന്നു, ചീറ്റ് ചെയ്യപ്പെട്ടു എന്നൊന്നും പറയാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മ പറയുന്നു, ചില വിഷയങ്ങൾ മനോഹരമായി ദൈവം പരിഹരിക്കാൻ പോവുകയാണ്. മനോഹരമായി കർത്താവ് പരിഹരിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ഈ ദൂതിന് നിങ്ങൾ ആമേൻ പറഞ്ഞു. അബ്രഹാമിൻ്റെ അടുക്കൽ നിന്ന് ലോത്തിനെ ദൈവം മാറ്റിയതുപോലെ ആമേൻ, ചിലതിനെയൊക്കെ നിങ്ങളിൽ നിന്ന് അകറ്റി നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആമേൻ. ആ ഒരു കവനന്റ് റിലേഷൻ അല്ലാത്ത സകല റിലേഷൻസിനെയും ദൈവം മാറ്റുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് ഞങ്ങളെ ദർശനത്തിൽ ഉറപ്പിക്കുവാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതിന് തടസ്സമായി വിരോധമായുള്ള എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിക്കാൻ പോകുന്നതിന് നന്ദി പറയും. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തിൽ കർത്താവ് ഉള്ള എല്ലാ പ്രശ്നങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. കർത്താവ്, അവർ ഉറക്കപ്പെടട്ടെ. കർത്താവ്, അവർ ധൈര്യപ്പെടട്ടെ. അവരെക്കുറിച്ചുള്ള നിയോഗങ്ങളിലേക്ക് അവർ തിരിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനായി അവർ സെറ്റിൽ ചെയ്യേണ്ട മേഖലകളിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉണ്ടാവട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ബ്ലെസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ, കുടുംബ പ്രശ്നങ്ങളെ മാറ്റുന്നു, ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റുന്നു, ബന്ധങ്ങളിലുണ്ടാകുന്ന ആമേൻ രക്തബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ റിലേഷൻസിൻ്റെ അകത്ത് വരുന്ന എല്ലാ ബോണ്ടേജുകളെയും പൊട്ടിക്കുന്നു. കർത്താവ്, ഈ കുടുംബങ്ങൾ സുരക്ഷിതമായിരിക്കട്ടെ. ഈ കവനൻ്റ് റിലേഷൻ ഡീപ് ദൈവമാ ബന്ധത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ അസ്വസ്ഥപ്പെടുന്ന ചിലരുടെ അടുക്കിലേക്ക് ഈ ദൂത് ചെന്ന് അവരിത് കേട്ട് അവരുടെ വിഷയങ്ങൾ ഈ ദിനങ്ങളിൽ തന്നെ കർത്താവ് സെറ്റിൽ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഇവർ സൗഖ്യത്തോടെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെ ഇരിക്കട്ടെ. ഞങ്ങളുടെ ഈ ഫാമിലിയെ ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇത് ദൈവം നിങ്ങൾക്ക് തരുന്നൊരു ഉറപ്പിൻ്റെ വചനമാണ്. സമാധാനത്തോടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ ജോലികൾ, നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ധൈര്യത്തോടെ ചെയ്യുക. കർത്താവ് കൂടെയുണ്ട്. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.